കോട്ടയം മെഡിക്കൽ കോളേജിലെ ആൺകുട്ടികളുടെ ഹോസ്റ്റൽ പ്രവർത്തിക്കുന്നത് അതീവ അപകടാവസ്ഥയിൽ. 60 വർഷം മുൻപ് പണിത ഹോസ്റ്റലിലാണ് കുട്ടികൾ ഇപ്പോഴും താമസിക്കുന്നത്. ഹോസ്റ്റലിന്റെ അപകടാവസ്ഥ വ്യക്തമാക്കുന്ന ദൃശ്യങ്ങൾ മാതൃഭൂമി ന്യൂസിന് ലഭിച്ചു. ഷിനോജ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നു. ഷിനോജ്, ഗുഡ് മോർണിംഗ്. ഈ കപ്പൽ ആടി ഉലയില്ല സാർ, ഈ കപ്പലിനൊരു കപ്പിത്താനുണ്ട് സാർ എന്ന് പറഞ്ഞ ആരോഗ്യമന്ത്രി നമുക്കിടയിൽ ഇപ്പോഴും ഉണ്ട്. ഈ ആരോഗ്യമന്ത്രി പറഞ്ഞതുപോലെ കപ്പിത്താൻ ചെയ്യേണ്ടത് ഏറ്റവും ഒടുവിലത്തെ ആളും കപ്പലിൽ നിന്ന് രക്ഷപ്പെട്ട ശേഷം മാത്രം രക്ഷപ്പെടുക എന്നതാണ്. പക്ഷേ ഈ കപ്പിത്താൻ ഇന്നലെ അമേരിക്കയ്ക്ക് പോയി. ഇതാണ് പക്ഷേ നമ്മുടെ നാട്ടിലെ അവസ്ഥ. എന്താണ് വിശദാംശങ്ങൾ ഷിനോജ്? മോത്തി, ഈ കോട്ടയം മെഡിക്കൽ കോളേജിലെ ഈ കെട്ടിട ഭാഗം തകർന്നു വീണ ദിവസം അന്ന് വൈകിട്ടാണ് ഇത്തരത്തിൽ ഈ മെൻസ് ഹോസ്റ്റലിലെ കുറച്ച് കുട്ടികൾ നമ്മളോട് വന്ന് ഇക്കാര്യം പറയുന്നത്. അവർ പറഞ്ഞ ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത്, ഇന്ന് നിങ്ങൾ ഇത്തരത്തിലൊരു ദുരന്തം റിപ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടി കോട്ടയം മെഡിക്കൽ കോളേജ് ക്യാമ്പസിലേക്ക് എത്തുന്നത് അത് ഞങ്ങൾ താമസിക്കുന്ന ഈ മെൻസ് ഹോസ്റ്റൽ തകർന്നു വീഴുന്ന ദിവസമായിരിക്കും. അപ്പോൾ ഞാൻ ചോദിച്ചു അതെന്താ അങ്ങനെ ചോദിച്ച സമയത്താണ് അവർ ഇത്തരത്തിലുള്ള ദൃശ്യങ്ങൾ നമ്മളെ കാണിക്കുന്നത്. ഈ കെട്ടിടം, അതായത് ഇപ്പോൾ ഇന്നലെ തകർന്നു വീണ കെട്ടിടം പണിത അതേ കാലയളവിൽ തന്നെയാണ് ഈ മെൻസ് ഹോസ്റ്റലും അവിടെ പണിതിരിക്കുന്നത്. അവിടെ ഇപ്പോഴും നൂറുകണക്കിന് വിദ്യാർത്ഥികൾ അവിടെ താമസിക്കുന്നുണ്ട്, പഠിക്കുന്നുണ്ട്. ആ കെട്ടിടവും, അതായത് ആ ദൃശ്യങ്ങൾ കണ്ടാൽ തന്നെ അറിയാം, അതിന് പലയിടത്തും പ്ലാസ്റ്റർ അടർന്നിരിപ്പുണ്ട്, തുരുമ്പ് പിടിച്ച കമ്പി നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ആ തരത്തിലുള്ള കെട്ടിടത്തിലാണ് ഇപ്പോഴും ആ കുട്ടികൾ അവിടെ ഇരുന്ന് ഈ പഠിക്കുന്നത്, താമസിക്കുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. ഇവർ പലതവണ പരാതി കൊടുത്തു, പല തരത്തിൽ ആളുകളെ പോയി കണ്ടു. കുട്ടികൾ തന്നെ പലതവണ, പ്രത്യേകിച്ച് ജനപ്രതിനിധികളെ കണ്ടു, കോളേജ് സൂപ്രണ്ടിന് പരാതി കൊടുത്തു, പ്രിൻസിപ്പളിന് പരാതി കൊടുത്തു. അവരെ കൊണ്ട് കഴിയാവുന്ന തരത്തിലൊക്കെ തന്നെ അവർ പരാതി അറിയിക്കുന്നുണ്ട്. ഒരു കാര്യം, കഴിഞ്ഞ ദിവസം തകർന്നു വീണ കെട്ടിടം കാലപ്പഴക്കം ചെന്നതാണ്. അത് വേറെ ഒരു കെട്ടിടം നിർമ്മിച്ചു, അതിലേക്ക് മാറാൻ ഇതാ തയ്യാറെടുക്കുകയായിരുന്നു. ആ തയ്യാറെടുത്തുകൊണ്ടിരുന്ന സമയത്താണ് ഈ അപകടം പറ്റിയത് എന്നൊക്കെയാണ് കഴിഞ്ഞ ദിവസം മന്ത്രിമാരൊക്കെ പറഞ്ഞത്. അങ്ങനെയെങ്കിൽ ഈ ഹോസ്റ്റൽ കെട്ടിടത്തിന്റെ കാര്യത്തിൽ എന്താണ് ഇവരുടെ തീരുമാനം? ഇത് പുതുക്കി പണിയാനോ മറ്റെന്തെങ്കിലും തരത്തിൽ അവരെ അവിടെ നിന്ന് മാറ്റാനോ ഉള്ള എന്തെങ്കിലും തീരുമാനം ഇവർക്കുണ്ടായിരുന്നോ? ഇല്ല, അത്തരത്തിലുള്ള ഒരു തീരുമാനവും നിലവിൽ അവിടെ ഇല്ല. ഇവരത്തെ ഇങ്ങനെ പരാതി പറയുന്ന സമയത്ത് മെയിൻ്റനൻസിന് വേണ്ടി കുറച്ച് തുക അനുവദിക്കും. ആ തുക വെച്ച് അവിടെ നടക്കുന്ന ഏക പരിപാടി എന്ന് പറയുന്നത് പെയിൻ്റ് അടിക്കുക മാത്രമാണ്. അങ്ങനെ പെയിൻ്റ് അടിച്ച് ഇങ്ങനെ പുട്ടിയിട്ട് തൽക്കാലം പോകുകയാണ്. അതിങ്ങനെ വർഷങ്ങളായി നീണ്ടെന്ന് വരുന്ന പരിപാടിയാണ്. മറ്റ് തരത്തിലുള്ള ഈ മെയിൻ്റനൻസ് എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ നിൽക്കാൻ കഴിയില്ല. കാരണം ഇത് കാലപ്പഴക്കം വന്ന കെട്ടിടമാണ്. നമുക്കറിയാം ഈ കെട്ടിടം, അതായത് ആശുപത്രി കെട്ടിടവും ഈ ഹോസ്റ്റൽ കെട്ടിടവും ഏകദേശം ഒരേ കാലയളവിൽ പണിത കെട്ടിടമാണ്. 60 വർഷത്തിന് മേൽ പഴക്കമുണ്ട് ഈ രണ്ട് കെട്ടിടത്തിനും. അതിനാൽ തന്നെ പുതിയൊരു കെട്ടിടം പണിയാതെ ഈ കുട്ടികളെ അങ്ങോട്ട് മാറ്റാൻ അത് കഴിയില്ല. അതുകൊണ്ട് തന്നെ അവരുടെ ആവശ്യം എന്ന് പറയുന്നത് ഒരു പുതിയ കെട്ടിടമാണ്, അല്ലാതെ ഈ മെയിൻ്റനൻസ് കൊണ്ട് ചെയ്തിട്ട് കാര്യമില്ല. അതുകൊണ്ട് തന്നെ ഒരു പുതിയ കെട്ടിടം വേണമെന്ന ആവശ്യം ഉയർത്തിക്കൊണ്ടാണ് അവർ പലതവണ പ്രതിഷേധം ഉയർത്തിയത്. പലതവണ ഇത്തരത്തിൽ അവരെ കൊണ്ട് കാണാൻ കഴിയാവുന്ന മന്ത്രിമാരെയൊക്കെ കണ്ടവർ പരാതി കൊടുക്കുന്നുണ്ട്. പക്ഷേ ഒരു ഘട്ടത്തിലും ഒരു തരത്തിലുമുള്ള നടപടിയും ഉണ്ടാകുന്നില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. വളരെ ദയനീയതയോടുകൂടിയാണ് വന്ന് പറയുന്നത്. ഇനി നിങ്ങൾ ഇങ്ങനെ വരികയാണെങ്കിൽ, മെഡിക്കൽ കോളേജ് ക്യാമ്പസിൽ ഒരു ദുരന്തം റിപ്പോർട്ട് ചെയ്യാൻ വരികയാണെങ്കിൽ അത് ഞങ്ങളുടെ ഹോസ്റ്റൽ തകർന്നു വീഴുള്ള ഏതെങ്കിലും തരത്തിലുള്ള മരണം ഒരിക്കലും സംഭവിക്കാതിരിക്കട്ടെ എന്ന് നമുക്ക് മനസ്സുകൊണ്ട് ആഗ്രഹിക്കാം. പക്ഷേ അത് ആഗ്രഹിക്കാൻ മാത്രമേ നിലവിൽ കഴിയുന്നുള്ളൂ എന്നതാണ്. കാരണം നമ്മുടെയൊക്കെ സർക്കാർ സംവിധാനങ്ങളുടെ കാര്യം ഇങ്ങനെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ കെടുകാര്യസ്ഥതയ്ക്ക് ഉത്തരം പറയാതെ മുന്നോട്ട് പോകുന്നത് എങ്ങനെയാണ്?